ഒരു കുടുംബത്തിൻ്റെ സംരക്ഷകനായിരുന്ന വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ അവകാശികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തെക്കുറിച്ചിട്ടുള്ള വിവരമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇത് ദേശീയ കുടുംബക്ഷേമ പദ്ധതി നാഷണൽ ഫാമിലി ബെനഫിറ്റ് സ്കീം NFBS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയാണ്. ഇത് സംസ്ഥാനത്ത് റവന്യൂ വകുപ്പ് മുഖേനയാണ് നടപ്പാക്കുന്നത്. ഈ പദ്ധതിയിൽ ലഭിക്കുന്ന തുക 20,000 രൂപയാണ്. ഇതിന് അപേക്ഷ നൽകേണ്ടത് അതാത് തഹസിൽദാർമാർക്കാണ്. ഇതിൻ്റെ അർഹത മരണപ്പെട്ട വ്യക്തി മരണം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 3 വർഷം കേരളത്തിൽ സ്ഥിര താമസമുണ്ടായിരുന്ന വ്യക്തി ആയിരിക്കണം. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവരും വരുമാനം ഉണ്ടാക്കി കുടുംബത്തെ സംരക്ഷിച്ചു വന്നിരുന്ന വ്യക്തിയുമായിരിക്കണം മരണപ്പെട്ടത്. അപേക്ഷകൻ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ആയിരിക്കണം. അവകാശികളുടെ പട്ടികയിൽ ഭാര്യ, ഭർത്താവ്, പ്രായപൂർത്തിയാകാത്ത മക്കൾ, വിവാഹിതരാകാത്ത പെൺമക്കൾ, ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന അച്ഛനമ്മമാർ എന്നിവർ ഉൾപ്പെടുന്നു. ഇതിനു വേണ്ടി ഹാജരാക്കേണ്ട രേഖകൾ, ഇതിന് നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയാണ് ഹാജരാക്കാനുള്ളത്. ആ അപേക്ഷ പൂരിപ്പിച്ച് അതിൻ്റെ 2 പ്രതികളാണ് നമുക്ക് ഈ തഹസിൽദാർക്ക് നൽകാൻ ഉള്ളത്. ഇത് തഹസിൽദാരുടെ ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ നിന്നും വാങ്ങി പൂരിപ്പിച്ച് നൽകാവുന്നതാണ്. ഇല്ലെങ്കിൽ ജില്ലാ കളക്ടറേറ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട പൊതുവായ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത്, മരണം സംഭവിച്ച് 1 മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. തക്കതായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രേഖാമൂലം ബോധിപ്പിച്ചാൽ കാലതാമസം മാപ്പാക്കുന്നതിനും അർഹതയുണ്ടാകും എന്നും മനസ്സിലാക്കിയിരിക്കുക. തുക അനുവദിക്കുന്നത് കളക്ടറാണ്. നിങ്ങൾ മാപ്പപേക്ഷ നൽകാനുള്ളതും കളക്ടർക്കാണ്. അതായത് മരണം സംഭവിച്ച് 1 മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോയവരാണ് കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടി കളക്ടർക്ക് മാപ്പപേക്ഷ നൽകാനുള്ളത്. ആവർത്തിക്കുന്നു, 20,000 രൂപയാണ് ലഭിക്കുന്ന തുക. അപേക്ഷ നമ്മൾ പ്രാഥമികമായി നൽകാനുള്ളത് തഹസിൽദാർമാർക്കുമാണ് എന്നും കൂടി മനസ്സിലാക്കിയിരിക്കുക. തുടർച്ചയായി ഈ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ എന്നിവയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ ചാനലിൽ എപ്പിസോഡുകളായി ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.